നമസ്കാരം. ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ റഹീമ. ഗൾഫ് GTV വാർത്തകളിലേക്ക് സ്വാഗതം. UAE കേരള സെക്ടറിൽ ഒറ്റ ദിവസം റദ്ദാക്കിയത് 5 സർവീസുകൾ. പ്രവാസികളെ പരീക്ഷിച്ച് എയർ ഇന്ത്യയും എക്സ്പ്രസും. വേനലവധിക്ക് നാടണിയാൻ കൊതിക്കുന്ന പ്രവാസി കുടുംബങ്ങൾക്കും മടങ്ങിയെത്തുന്നവർക്കും തീരാദുരിതമായി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളുടെ അവസാന നിമിഷ റദ്ദാക്കലും വൈകി പറക്കലും. വിമാനങ്ങളുടെ സാങ്കേതിക തകരാർ കാരണം നൂറുകണക്കിന് പേരാണ് യാത്രാ സൗകര്യം ഉറപ്പാകാതെ വലയുന്നത്. ഇന്നലെ UAE കേരള സെക്ടറിൽ 5 വിമാന സർവീസുകളാണ് അവസാന നിമിഷം റദ്ദാക്കിയത്. രാവിലെ 10:05 കോഴിക്കോട് അബുദാബി എയർ ഇന്ത്യ എക്സ്പ്രസും 11 കൊച്ചി ദുബായ് എയർ ഇന്ത്യ, ഉച്ചയ്ക്ക് 1:30 ദുബായ് കൊച്ചി എയർ ഇന്ത്യ, 1:40 അബുദാബി കോഴിക്കോട് എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നീ വിമാനങ്ങളിലെ 800ഓളം യാത്രക്കാരാണ് ദുരിതത്തിലായത്. ഒമാനിലെ മസ്കത്ത് നഗരത്തോട് ചേർന്ന് വാദി കബീറിൽ പള്ളിയുടെ പരിസരത്തുണ്ടായ വെടിവയ്പിൽ 4 മരണം, നിരവധി പേർക്ക് പരിക്കേറ്റു. റോയൽ ഒമാൻ പോലീസാണ് ROP ഇക്കാര്യം അറിയിച്ചത്. സാഹചര്യം നേരിടാൻ എല്ലാ സുരക്ഷാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും അന്വേഷണത്തിനായി തെളിവുകൾ ശേഖരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. പ്രദേശത്തെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങളോട് ROP അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നതായും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്നും റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ പറഞ്ഞു. ഷാർജ സർവകലാശാലയിലെ ലോകത്തിലെ മുൻനിര അക്കാദമിക് സ്ഥാപനങ്ങളിൽ ഒന്നായി മാറിയതായി ഷാർജ ഉപഭരണാധികാരിയും സർവകലാശാല പ്രസിഡന്റുമായ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി പ്രഖ്യാപിച്ചു. ഏറ്റവും പുതിയ US ന്യൂസ് ഗ്ലോബൽ റാങ്കിങ്ങിൽ ഷാർജ സർവകലാശാല UAEയിൽ 1-ാം സ്ഥാനവും അറബ് സർവകലാശാലയിൽ 4-ാം സ്ഥാനവും നേടി. ആഗോളതലത്തിൽ 2250 സർവകലാശാലകളിലും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും 261-ാം സ്ഥാനത്തും ഏഷ്യയിൽ 55-ാം സ്ഥാനത്തുമാണ്. ഈ നേട്ടം കൈവരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച സർവകലാശാലയുടെ ബോർഡ് ഓഫ് ട്രസ്റ്റീസ്, അഡ്മിനിസ്ട്രേഷൻ, ഫാക്കൽറ്റി, വിദ്യാർത്ഥികൾ എന്നിവരുടെ ശ്രമങ്ങളെ ഷെയ്ഖ് സുൽത്താൻ പ്രശംസിച്ചു. സുസ്ഥിര ഹരിതശാസ്ത്രം, എഞ്ചിനീയറിംഗ്, എനർജി സയൻസ്, സയന്റിഫിക് പ്രസിദ്ധീകരണങ്ങൾ എന്നിവയിൽ മികവ് പുലർത്താൻ സർവകലാശാലയെ നയിച്ച സർവകലാശാലയുടെ സ്ഥാപകൻ ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ മാർഗനിർദ്ദേശങ്ങളെയും അദ്ദേഹം പ്രശംസിച്ചു. ദുബായ് ഡെലിവറി റൈഡർമാരുടെ വിശ്രമ കേന്ദ്രങ്ങളിൽ പ്രതിദിനം 100 ലിറ്റർ കുടിവെള്ളം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന എയർ ടു വാട്ടർ ഡിസ്പെൻസറുകൾ ലഭിക്കും. റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും മാജിദ് അൽ ഫതീം ഗ്രൂപ്പിന്റെ ഈ പുതിയ പദ്ധതിയുടെ ആദ്യ ഘട്ടത്തിൽ ഡെലിവറി റൈഡർമാരുടെ വിശ്രമ മേഖലകളിൽ 3 എയർ ടു വാട്ടർ ഡിസ്പെൻസറുകൾ ലഭിക്കും. ഡിസ്പെൻസറുകൾ 30 ഡിഗ്രി സെൽഷ്യസും 65% ഈർപ്പവും ഉണ്ട്. കുടിവെള്ളം ഉൽപ്പാദിപ്പിക്കുന്നതിന് അന്തരീക്ഷ ഈർപ്പം ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്. ഡെലിവറി റൈഡർമാർക്കായി 40 എയർ കണ്ടീഷൻ ചെയ്ത വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിക്കാനുള്ള RTA പ്രോഗ്രാമിന്റെ കൂടെ കൂട്ടിച്ചേർന്നതാണ് ഈ സംരംഭം. ഈ പുതിയ പങ്കാളിത്തത്തിലൂടെ അതിവേഗം വളരുന്ന ഡെലിവറി മേഖലയുടെ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡെലിവറി റൈഡർമാരുടെ ക്ഷേമം മെച്ചപ്പെടുത്താനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസ് അലൈൻ കോഴിക്കോട് റൂട്ടിൽ സർവീസുകളുടെ എണ്ണം 4 വർദ്ധിപ്പിക്കുന്നു. ഓഗസ്റ്റ് മുതലാണ് പുതിയ 2 സർവീസുകൾ കൂടി ആരംഭിക്കുന്നത്. ഞായർ, തിങ്കൾ, വ്യാഴം, വെള്ളി ദിവസങ്ങളാണ് സർവീസ്. നിലവിൽ വ്യാഴം, ഞായർ ദിവസങ്ങളിൽ മാത്രമാണ് കോഴിക്കോട്ടേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ ഉള്ളത്. രാവിലെ 8 മണിക്ക് കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് UAE സമയം 10:25 അല്ലയിൽ എത്തുകയും അല്ലയിൽ നിന്ന് രാവിലെ 10:25 പുറപ്പെട്ട് ഇന്ത്യൻ സമയം വൈകിട്ട് 4:45 കോഴിക്കോട്ട് എത്തിച്ചേരുകയും ചെയ്യുന്നു. അലൈൻ കോഴിക്കോട് റൂട്ടിൽ സർവീസ് 4 വർദ്ധിപ്പിക്കുന്നത് മലബാറിലെ യാത്രക്കാർക്കും അലൈനിലെ മലയാളികൾക്കും ഏറെ സഹായകമാകുന്നു. ഷാർജയിലെ അത്ഭുത ദ്വീപ്. മിഡിൽ ഈസ്റ്റിലെ മികച്ച ആകർഷണങ്ങളുടെ പട്ടികയിൽ ഇടം തേടി അൽ നൂർ. ഷാർജ ഇൻവെസ്റ്റ്മെന്റ് ഡെവലപ്മെന്റ് അതോറിറ്റി വികസിപ്പിച്ച് കൈകാര്യം ചെയ്യുന്നതാണ് ഈ ദ്വീപ്. ഷാർജയിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ അൽ നൂർ ദ്വീപിനെ പ്രമുഖ ട്രാവൽ റിവ്യൂ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ട്രിപ്പ് അഡ്വൈസർ പശ്ചിമേഷ്യൻ പ്രദേശങ്ങളിലെ 2024 മികച്ച 10 ആകർഷണങ്ങളുടെ ഒന്നായി തിരഞ്ഞെടുത്തു. എമിറേറ്റ് ന്യൂസ് ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഷാർജ ഇൻവെസ്റ്റ്മെന്റ് ഡെവലപ്മെന്റ് അതോറിറ്റി വികസിപ്പിച്ച് കൈകാര്യം ചെയ്യുന്ന അൽ നൂർ ദ്വീപ് പ്രകൃതി, കല, വിനോദം എന്നിവയുടെ സവിശേഷമായ സമ്മിശ്രണത്തിന് പേരുകേട്ടതാണ്. തുറന്നത് മുതൽ തന്നെ ഷാർജയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. തുടർച്ചയായ 2-ാം വർഷമാണ് അൽ നൂർ ദ്വീപിന് ഏറ്റവും മികച്ച എന്ന ബഹുമതി ലഭിക്കുന്നത്. ട്രിപ്പ് അഡ്വൈസറിലെ 8 ദശലക്ഷം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഏറ്റവും മികച്ച 1% വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് മാത്രമാണ് ഇത് നൽകുന്നത്.
പ്രവാസികൾക്ക് തങ്ങളുടെ കുടുംബങ്ങളെ കുവൈറ്റിലേക്ക് കൊണ്ടുവരിക ഇനി കൂടുതൽ എളുപ്പമാവും. ഫാമിലി വിസയ്ക്ക് അപേക്ഷിക്കാനുള്ള നിബന്ധനകൾ ലഘൂകരിക്കാനുള്ള കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനത്തെ തുടർന്നാണിത്. പ്രവാസികൾക്ക് കുവൈറ്റിലേക്ക് കുടുംബാംഗങ്ങളെ കൊണ്ടുവരാൻ അവർക്ക് യൂണിവേഴ്സിറ്റി ഡിഗ്രി ഉണ്ടായിരിക്കണമെന്ന വ്യവസ്ഥ റദ്ദാക്കാനുള്ള തീരുമാനമാണ് ആഭ്യന്തര മന്ത്രാലയം പുതുതായി കൈക്കൊണ്ടതെന്ന് മന്ത്രാലയം ഉദ്ധരിച്ച് അൽ അൻബാം പത്രം റിപ്പോർട്ട് ചെയ്തു. ഒട്ടേറെ പ്രവാസി കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുന്നതാണ് കുവൈറ്റിന്റെ പുതിയ തീരുമാനം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.